എല്ലാവർക്കും റൈറ്റേഴ്സ് IAS പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ആ ടോപ്പിക്കില് വിവരാവകാശ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വിവരാവകാശ നിയമം എന്താണെന്നും അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അതൊരു സ്ഥാപനമാണ് അല്ലെ. വിവരാവകാശ നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടേമിനകത്ത് തന്നെ കൃത്യമായിട്ട് അതിന്റെ ഐഡിയ കിട്ടും അല്ലെ. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു, വിവരാവകാശം ഉറപ്പുവരുത്തുന്നു, അതിനു വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അല്ലെ. സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമം സംസ്ഥാന തലത്തിൽ ഒരു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന തലങ്ങളിൽ ഒരു വിവരാവകാശ കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇത്രയുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നിയമപ്രകാരം 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന തലങ്ങളിൽ ഒരു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അതിന്റെ കീഴിലുള്ള വരുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു അധികാര പരിധിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഓഫീസുകൾ. ഇപ്പൊ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവരാവകാശ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അധികാര പരിധിയിൽ വരുന്ന എന്തൊക്കെയാണ്? കേരള സർക്കാരിന് കീഴിലുള്ള ഓഫീസുകൾ വരുന്നുണ്ട്, അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഓക്കെ, ഈ സ്ഥാപനങ്ങളിൽ വരുന്ന പരാതികള്, ഈ സ്ഥാപനങ്ങളിൽ വിവരങ്ങൾ വേണം എന്നുള്ള രീതിയിൽ വരുന്ന ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്നതാണ് ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഒരു അധികാര പരിധി എന്ന് പറയുന്നത് എന്താണ്? ഏത് സംസ്ഥാനത്താണോ പ്രവർത്തിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ, ഇപ്പൊ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കപ്പെടുന്ന ഓഫീസുകൾ, അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങള്, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവിടെയുള്ള ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരാതികളും അപ്പീലുകളും ഇത് പരിഗണിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു. നമ്മൾ നേരത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് എപ്പോഴും ഒരു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ഒരു മുഖ്യ, അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ, അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ചീഫ് എന്ന് പറയുന്ന ആരാണ്? അത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെഡ് ആയിട്ടിരിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ സഹായിക്കാനായിട്ട് കുറെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഈ അസിസ്റ്റൻസിന്റെ എണ്ണം 10ൽ കൂടാൻ പാടില്ല. മാക്സിമം 10 വരെ ആകാൻ പാടുള്ളൂ, 10ൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അതായത് നമ്മളിപ്പോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ അധികാര പരിധി പറഞ്ഞു. ഓക്കെ, അതിലെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. ഓക്കെ, ആ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാർ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇവരെ നിയമിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെ നിയമിക്കുന്ന പ്രസിഡന്റ് ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ആവുമ്പോൾ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഗവർണർ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കാം. നമുക്ക് നോക്കാം. അപ്പം അതായത് ഗവർണറാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത്. ആരാണ്? അത്
ഗവർണറാണ്. ഓക്കെ, ഈ ഗവർണർ നിയമിക്കുമ്പോൾ ഈ ഗവർണർക്ക് ഈ ആരെയാണ് നമ്മളുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആക്കണം എന്ന് ശുപാർശ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമിതിയാണ്. ഓക്കെ, ആ സമിതിയിൽ ആരൊക്കെ ഉണ്ട്? മുഖ്യമന്ത്രി ഉണ്ട്, അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്ത ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി. അങ്ങനെ 3 പേര് ചേർന്നിട്ട്, അതായത് CM, പ്രതിപക്ഷ നേതാവ്, ഓക്കെ, ഒപ്പോസിഷൻ ലീഡർ, പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, ഇത്രയും പേര് ചേരുന്ന ഒരു സമിതി. ഓക്കെ, ഒരു സമിതി. ഓക്കെ, ഈ സമിതിയാണ് ഗവർണർക്ക് എന്ത് ചെയ്യുന്നു? ഒരു ശുപാർശ കൊടുക്കുന്നു. നമുക്ക് ഇന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ നമുക്ക് ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നമുക്ക് ചുമതലപ്പെടുത്താമെന്ന് ഗവർണർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നു. ഓക്കെ, ഈ ശുപാർശ പരിഗണിച്ചതിന് ശേഷമാണ് ഗവർണർ ആരെ ഡിസൈഡ് ചെയ്യുന്നു? ഇതിന്റെ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നിയമിക്കുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞ ഈ പോയിന്റിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ആരാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, ഗവർണർക്ക് ആരെയൊക്കെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്ന് ശുപാർശ ചെയ്യുന്നത് ഒരു സമിതിയാണ്. ആ സമിതിയിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി ഉണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കും ആ സമിതിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു സമിതി ഉണ്ടാകുന്നു. ആ സമിതി എന്ത് ചെയ്യുന്നു? ശുപാർശ ചെയ്യുന്നു. നമുക്ക് ഇന്ന ആളെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്ന് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ആ ശുപാർശ സ്വീകരിച്ചതിന് ശേഷം ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത ഇവരുടെ യോഗ്യത. ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ച ആൾക്കാർക്കൊക്കെ ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകാം അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷണർ തസ്തികയിലേക്ക് എത്താം എന്ന് നമുക്ക് നോക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും നിയമം, ശാസ്ത്രം, ടെക്നോളജി, ജേർണലിസം, ഭരണപരമായ വിഷയങ്ങൾ എന്നിവയിൽ മികവ് തെളിയിച്ചവരായിരിക്കണം. ഓക്കെ, അപ്പം അവർ ഏതൊക്കെ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചവരായിരിക്കണം? നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ജേർണലിസം, ഭരണപരമായിട്ടുള്ള വിഷയങ്ങൾ എന്നിവയിൽ മികവ് തെളിയിച്ചവരായിരിക്കണം ഈ രംഗത്തേക്ക് വരാൻ യോഗ്യർ. ഓക്കെ, അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും പാർലമെന്റിലെ അംഗങ്ങൾ ആകാൻ പാടില്ല, MP ആകാൻ പാടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരാൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ MP ആകാൻ പാടില്ല, അതുപോലെ MLA ആകാൻ പാടില്ല. ഓക്കെ, പാർലമെന്റിലെ അംഗമാകാൻ പാടില്ല, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെയോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയിലെയോ അംഗം ആകാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവര് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സജീവ മെമ്പർ ആകാൻ പാടില്ല. ഓക്കെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആകാൻ പാടില്ല ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ സ്ഥാനത്തേക്ക് വരുന്നതോ. അല്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർ, നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്, ഈ ആൾക്കാരെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരാകാൻ പാടില്ല, MLA ആകാൻ പാടില്ല, MP ആകാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആയിരിക്കാൻ പാടില്ല. അപ്പൊ ഇവർക്ക് കുറെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പാർലമെന്റ് മെമ്പർ ആകാൻ പാടില്ല. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് നിയമസഭയിലെ അംഗങ്ങളാകാൻ പാടില്ല. അത് സംസ്ഥാന നിയമസഭയിലെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയിലെയോ മെമ്പർ ആകാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവരൊരു പാർട്ടിയിലെ സജീവ പ്രവർത്തകരായിരിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ ഇവര് അങ്ങനെ ഈ ഇത്രയും അല്ലാത്ത ആൾക്കാര്, MP അല്ലാത്ത, MLA അല്ലാത്ത, രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലാത്ത ആൾക്കാര്, പക്ഷെ അവർക്ക് ഏതൊക്കെ മേഖലയിൽ കഴിവുണ്ടായിരിക്കണം? അവർക്ക് നിയമ മേഖലയിൽ ഉണ്ടായിരിക്കണം കഴിവ്, ജേർണലിസത്തിൽ ഉണ്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭരണവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളിലെല്ലാം കഴിവ് തെളിയിച്ച ആൾക്കാരെ ഈ സ്ഥാനത്തേക്ക് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു സമിതി ശുപാർശ ചെയ്യുന്നു. ഓക്കെ, ആ ശുപാർശ ചെയ്യുന്നതിൽ നിന്ന് ഗവർണർ ഒരു തീരുമാനമെടുത്ത് അവരെ നിയമിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവർ ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്? ഗവർണറുടെ മുന്നിലാണ് ഈ
മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഗവർണറുടെ മുമ്പിലാണ്. അത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും. സംസ്ഥാന തലത്തിലാവുമ്പോൾ അത് ഗവർണറാണ്. അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് വിവരാവകാശ കമ്മീഷണർമാര് രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് ഗവർണർക്കാണ്. അപ്പൊ ഗവർണറാണ് നിയമിക്കുന്നത്, ഗവർണറുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, ഗവർണർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഓക്കെ, അവിടെ കേന്ദ്രത്തിലായിരുന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് ആയിരിക്കും, സംസ്ഥാന തലത്തിൽ വരുമ്പോൾ ആരായിട്ട് മാറും? അത് ഗവർണറായിട്ട് മാറും. അപ്പൊ ഗവർണർക്ക് ഇവിടെ ഒരുപാട് പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സാലറി നിശ്ചയിക്കുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണറിന്റെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം തീരുമാനിക്കുന്നത് ആരെന്നാണ് നമ്മുടെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത് തീരുമാനിക്കപ്പെടുന്നത് വിവരാവകാശ നിയമ ഭേദഗതി 2009 പ്രകാരമാണ്. ഓക്കെ, ഈ വിവരാവകാശ നിയമം 2005 നിയമമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഈ 2005 നിയമം 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സർക്കാർ, ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ്, ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ കമ്മീഷന്റെ ശമ്പളം എത്ര കൊടുക്കണം, ഈ എത്ര ഇവർക്ക് കാലാവധി വരെ പോകാം എന്നൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിന് പിന്നിലുള്ള നിയമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമ ഭേദഗതി 2019. വിവരാവകാശ നിയമം 2005 അല്ല, മറിച്ച് വിവരാവകാശ നിയമം ഭേദഗതി 2019 ആണ്. ഓക്കെ, അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പ്രായപരിധി 65 വയസ്സ് വരെയാണ്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ് അതായിരിക്കും പരിഗണിക്കപ്പെടുന്നത്. ഇപ്പൊ കയറി 5 വർഷമായെങ്കിൽ ഇറങ്ങാം. ഇപ്പൊ കയറി 5 വർഷമായില്ല, പക്ഷെ 65 വയസ്സെത്തിയെങ്കിൽ അത് നോക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവരെ എങ്ങനെ പുറത്താക്കാം നോക്കുമ്പോൾ മിസ്ബിഹേവിയർ, പ്രൂവൺ മിസ്ബിഹേവിയർ, അതുപോലെ ഇൻകപ്പാസിറ്റി, ഇവരിപ്പോൾ യോഗ്യരല്ല എന്നുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻസ് ഉണ്ടാവുന്നു. ഇപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ടാവുന്നു, കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ അലിഗേഷൻ ഉണ്ടാവുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണ് എന്നൊക്കെയുള്ള പ്രശ്നം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച്, ഓക്കെ, സുപ്രീം കോടതി കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗവർണർ ഈ വിവരാവകാശ കമ്മീഷനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. ഓക്കെ, അപ്പൊ നീക്കം ചെയ്യുന്നതിന്റെ കണ്ടീഷൻ എന്താണ്? ഇത് 2 കണ്ടീഷൻ, മിസ്ബിഹേവിയർ വരാം, ഇൻകപ്പാസിറ്റി വരാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ ഒഫൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ സുപ്രീം കോടതി ഒരു തെളിവ് കൊടുക്കണം, സുപ്രീം കോടതി റിപ്പോർട്ട് കൊടുക്കണം ഗവർണർക്ക്. ആ സുപ്രീം കോടതി കൊടുക്കുന്ന റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം ആരാണ് ഈ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്യുന്നത്? ഗവർണറാണ് ആ സ്ഥാനത്ത് നിന്ന് വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അവരുടെ സാലറിയെ കുറിച്ച് പറഞ്ഞു, കാലാവധിയെ കുറിച്ച് പറഞ്ഞു. ഈ കാലാവധി സാലറിയും കാലാവധിയും നിശ്ചയിക്കപ്പെടുന്ന നിയമ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമ ഭേദഗതി 2019 ആണ്, 2005 അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവരെ പുറത്താക്കുന്ന ആരാണ്? അത് ഗവർണറാണ് ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവരുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങളോട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കമ്മീഷനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഈ 2005 നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ ചില പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്തിലെ ചില ഇമ്പോർട്ടന്റ് സെക്ഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെന്ന് വെച്ചാൽ വകുപ്പ് 18 അല്ലെങ്കിൽ സെക്ഷൻ 18 നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ വകുപ്പ് 18 എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കേണ്ടത് CIC-യുടെയും SIC-യുടെയും കടമയാണ്. ഓക്കെ, CIC എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ. ഓക്കെ, ഓക്കെ, SIC എന്ന് വെച്ച് കഴിഞ്ഞാല് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പം അത് ആ CIC-യും SIC-യും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇപ്പൊ നിങ്ങൾ അടുത്ത പോയിന്റുകൾ വരുമ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവരാവകാശ നിയമം 2005 കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞ. അപ്പൊ ഈ നിയമപ്രകാരം ആരെങ്കിലും ഓക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. ഓക്കെ, അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ
ഒന്നുകിൽ ഈ നമ്മൾ പറഞ്ഞല്ലോ അപേക്ഷ കൊടുത്ത 30 ദിവസത്തിനകം കൃത്യമായ മറുപടി ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കണം എന്നാണ് നിയമം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആർക്കാണോ പരാതി ഉള്ളത് ആ പുള്ളി ഒരു പരാതി സമർപ്പിക്കാം. ആ പരാതി അനുസരിച്ച് CIC-യുടെയും SIC-യുടെയും ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരാതി വരുന്നതനുസരിച്ച് അതിനെതിരെ അന്വേഷണം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഇൻഫർമേഷൻ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടിയത് ആ സ്ഥലത്ത്, അപ്പോൾ എനിക്കൊരു പരാതി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി സ്വീകരിച്ച് നടപടി എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? CIC-യുടെയും SIC-യുടെയും. അതാണ് വകുപ്പ് 19 പറയുന്നത്, സെക്ഷൻ 19 പറയുന്നത്. അപ്പൊ സെക്ഷൻ 19 എന്താണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കേണ്ടത് CIC-യുടെയും SIC-യുടെയും കടമയാണ്. നമ്മൾക്ക് കിട്ടിയ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുവാണ്, ഒരു ഇൻഫർമേഷൻ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് കൊടുത്ത ആൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ആ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിനുള്ള അന്വേഷണത്തിന് ഉത്തരവിടേണ്ടത് അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടത് ഈ CIC-യുടെയും SIC-യുടെയും കടമയാണ്. അതാണ് ആദ്യത്തെ വകുപ്പായ 18-നെ കുറിച്ച് പറയുന്നത്. പിന്നെ വകുപ്പ് 19 എന്താന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരം നൽകുന്നതിനുള്ള രണ്ടാമത്തെ അപ്പീലിൽ വിധി പ്രസ്താവിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആദ്യം ഒരു PIO എന്ന് പറയുന്ന ഒരാളുണ്ടാവും അല്ലെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ HM ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്കൊരു പ്രത്യേക കാര്യത്തെ കുറിച്ച് വിവരം വേണതിന്റെ പേര് നമ്മൾ അവിടെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു PIOക്ക്. ഈ PIOക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ PIO നമുക്ക് ആവശ്യം വേണ്ട ഇൻഫർമേഷൻ തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. തന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് തന്നില്ല. അപ്പൊ പരിഗണിക്കേണ്ടത് ഫസ്റ്റ് അപ്പലറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഘടകമുണ്ട്. നമുക്ക് തരാത്ത പക്ഷത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പരാതി ഉണ്ടല്ലോ, ആ പരാതി നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ആപ്ലറ്റ് അതോറിറ്റിക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് ആപ്ലറ്റ് അതോറിറ്റിയിൽ നിന്നും നമുക്ക് നല്ല ഒരു പരിഗണന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ആപ്ലറ്റ് അതോറിറ്റിക്ക് ഈ പരാതി കൊടുക്കുന്നു. ആരാണ് ഈ സെക്കൻഡ് ആപ്ലറ്റ് അതോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവരാവകാശ കമ്മീഷനകത്തിലെ വിവരാവകാശ കമ്മീഷണർമാരാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ല, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ടല്ലോ, അവരാണ് സെക്കൻഡ് ആപ്ലറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യത്തേതിൽ നമുക്ക് കിട്ടിയില്ല, അതിനകത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് ആപ്ലറ്റ് അതോറിറ്റിക്ക് നമ്മൾ പരാതി കൊടുത്തു, അവരും കിട്ടിയില്ല, അവിടുന്ന് നമുക്ക് നീതി കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ആപ്ലറ്റ് അതോറിറ്റിക്കും പരാതി കൊടുത്തു. അപ്പൊ സെക്കൻഡ് വന്നപ്പോഴത്തേക്ക് ഈ രണ്ടാമത്തെ ഈ അതോറിറ്റിയിൽ വന്ന് അപ്പീൽ കൊടുത്താൽ അവിടെ തന്നെ കൃത്യമായിട്ട് വിധി പറയണം എന്നാണ് വകുപ്പ് 12 പറയുന്നത്. ഒന്നാമത്തെ ഫസ്റ്റ് ആപ്ലറ്റ് അതോറിറ്റിയിൽ നമ്മൾ കൊടുത്തിട്ട് നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ആപ്ലറ്റ് അതോറിറ്റിയിലേക്ക് കൊടുക്കുക. സെക്കൻഡ് ആപ്ലറ്റ് അതോറിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് വിധി ഉണ്ടാകണം എന്നാണ് വകുപ്പ് 19 പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത വകുപ്പാണ് വകുപ്പ് 20. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്റെ കർത്തവ്യം നിർവഹിച്ചിട്ടില്ലെന്നും ന്യായമായ കാരണമില്ലാതെ പരാതിക്കാരന് സമർപ്പിച്ച അപേക്ഷ നിരസിക്കുകയോ ചെയ്താൽ CIC-യുടെയും SIC-യുടെയും പിഴ ചുമത്തുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന. ഇതും PIOക്ക് ഉള്ള ഒരു ശിക്ഷയാണ്. PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇപ്പൊ ഒരാള് ചെന്നിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എനിക്ക് പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ റിക്വസ്റ്റ് നിരസിച്ചാൽ, മതിയായ റീസൺ ഇല്ലാതെ ഈ റിക്വസ്റ്റ് നിരസിച്ചു കഴിഞ്ഞാൽ CIC-ക്കും SIC-ക്കും ഈ PIOയുടെ പേരിൽ പിഴ ചുമത്താവുന്നതാണ്. അതാണ് ഈ വകുപ്പ് 20 പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നിരസിക്കാതെ തന്നെ ഈ 30 ദിവസത്തിനുള്ളിൽ വേണ്ട വിവരങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ CIC-യും SIC-യും PIOയുടെ പേരിൽ പിഴ ചുമത്തും. അപ്പൊ PIO എന്ന് പറയുന്ന ആരാണ്? ഈ നമ്മളുടെ വിവരാവകാശ കമ്മീഷൻ ആ സെക്ഷന്റെ
സോറി, ആ ഒരു വിഭാഗത്തിന്റെ ഏറ്റവും താഴത്തെ ഓഫീസറാണ് PIO എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ തരണം. നമുക്ക് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർക്കോ അല്ലെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർക്കോ നമുക്ക് പരാതി കൊടുക്കാം. ഓക്കെ, പരാതി കൊടുത്താൽ നമ്മൾ പരാതിക്കാരൻ ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ പേരിൽ എന്ത് ചെയ്യാം, ഫൈൻ ചുമത്താനുള്ള വകുപ്പാണ് 20 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ CIC എന്ന് പറയുന്നത് അറിയാലോ, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. അവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അതുപോലെ തന്നെ SIC, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, അവരുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഓക്കെ, അപ്പൊ CIC അതായത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ കേന്ദ്ര സർക്കാരിന് അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർഷിക റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് പാർലമെന്റിൽ സമർപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനായിരിക്കും അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ വാർഷിക റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നു. ഓക്കെ, വ്യത്യാസത ഇവിടെ പാർലമെന്റിൽ സമർപ്പിക്കുന്നു, ഇവിടെ നിയമസഭയിൽ സമർപ്പിക്കുന്നു. ഇതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വകുപ്പ് 18 പറഞ്ഞു, 19 പറഞ്ഞു, 20 പറഞ്ഞു. പിന്നെ വാർഷിക റിപ്പോർട്ട് ആർക്കൊക്കെയാണ് സമർപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി നമുക്ക് പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എക്സംപ്റ്റ് സം ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിംഗ് ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ്. അതായത് നമ്മളുടെ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, ഈ സ്ഥാപനങ്ങളിൽ നമുക്ക് ഒരിക്കലും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ബാധകമല്ല. അവിടെ നമുക്ക് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഒന്നാമത്തെ IB, ഇന്റലിജൻസ് ബ്യൂറോ ആണ്. രണ്ടെന്ന് പറയുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, RAW എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഏവിയേഷൻ റിസർച്ച് സെന്റർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ആക്ട് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള നമുക്ക് കുറെ സെക്ഷൻസ് പറഞ്ഞു. വകുപ്പ് 18 കുറിച്ച് പറഞ്ഞു, 19 പറഞ്ഞു, 20 നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വാർഷിക റിപ്പോർട്ട് ആർക്കൊക്കെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്. അത് നമ്മുടെ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുമിക്ക സ്ഥാപനങ്ങളും നമ്മളുടെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-26 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് ISRO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ISROയിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്ക് ബാധകമല്ല. അപ്പം ഇതുപോലെ കുറച്ച് സ്ഥാപനങ്ങളിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്ക് പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞത്. അപ്പൊ നമ്മുടെ 2 ക്ലാസ്സുകളോട് കൂടി നമ്മൾ ഈ വിവരാവകാശ നിയമമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ നമ്മുടെ വീഡിയോ കാണുക, കണ്ട് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് വായിക്കുന്നു, നമ്മുടെ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് അത്രത്തോളം പരീക്ഷ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നമ്മളെ അറിയിക്കുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.